ലാൽ സലാം എല്ലാ റെക്കോർഡുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് എമ്പുരാൻ കുതിച്ചു പായുകയാണ്. ഇതിനോടകം തന്നെ 25 കോടിയിലേക്കുള്ള വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് സിനിമ എത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ അമിട്ട് പൊട്ടിക്കുന്ന പോലെ 8 നിലയുള്ള അമിട്ട് പൊട്ടിക്കുന്ന പോലെ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ കയറുന്നത്. വേറെ ഒന്നുമല്ല, ഇതിനോടകം ഉച്ചയ്ക്ക് 5.5 കോടിക്ക് മുകളിലായിരുന്നുവെങ്കിൽ പിന്നെ 6 കോടി 31 ലക്ഷം രൂപയായിരുന്നു 3 മണിക്ക് വന്നത്. 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രീ സെയിലിലൂടെ കേരള ടിക്കറ്റ് ബുക്കിങ്ങിൽ മാത്രം 7 കോടി 20 ലക്ഷം രൂപയും കടന്നിരിക്കുകയാണ്. സർവകാല റെക്കോർഡുകളെല്ലാം തകർത്ത് മോഹൻലാലിൻ്റെ തന്നെ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെ ഏറ്റവും മറികടന്നു പോവുകയാണ് എമ്പുരാൻ. ഇതുവരെയുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ മോഹൻലാൽ സിനിമകളുടെ ഏറ്റവും മുകളിലേക്ക് എത്തുന്നു. ഇനി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വിജയ് സിനിമയാണ് ലിയോ എന്നുള്ളത്. ലിയോയുടെ പൂട പറിച്ചു ഓടിച്ചു വിടുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാതെ തന്നെയാണ് ഇരിക്കുന്നത്. വേറെ ഒന്നുമല്ല, 12 കോടിയാണ് ലിയോ ഇവിടെ നേടിയെങ്കിൽ അത് പ്രീ സെയിലിലൂടെ തന്നെ നേടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമകളുടെ ചരിത്രത്തിൽ പോലും എമ്പുരാൻ ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടോപ്പ് 3യിലാണ് നിൽക്കുന്നത്. പുഷ്പയ്ക്കും കൽക്കിക്കും ശേഷം എമ്പുരാനാണ് ഏറ്റവും കൂടുതൽ ഒരു മണിക്കൂറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അതും നിസ്സാര രീതിയിലാണ്. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ജവാനും ലിയോയും ഒക്കെ ആണെന്ന് പറയുമ്പോൾ ഏത് റേഞ്ചിലാണ് ഈ സിനിമ എത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ, വരുന്ന നിമിഷങ്ങളിൽ എല്ലെങ്കിലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് സിനിമ ആഡ് ചെയ്യുന്നു, അവിടെ ടിക്കറ്റുകൾ തീരുന്നു. എന്തായാലും അടുത്ത റിപ്പോർട്ടുമായി വരാൻ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.